അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30 തിങ്കളാഴ്ച. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ റവാഡ നയതന്ത്ര ചാതുര്യം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ്. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തപ്പെട്ടതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി തസ്തികയിലേക്ക് വരാൻ താൽപര്യമറിയിച്ചത്. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുത്യർഹ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. സർവീസിന്റെ തുടക്കം മുതൽ പിന്തുണ നൽകിയവർക്ക് നന്ദിയെന്ന് പടിയിറങ്ങുന്ന DGP ഷെയ്ഖ് ദർവേസ് സാഹിബ്. തിരുവനന്തപുരത്ത് യാത്രാ അയക്കൽ പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കവേ പരാതിക്കാരോട് മാന്യമായി പെരുമാറണമെന്നാണ് താൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിഫോം താൽക്കാലികമാണെന്നും യൂണിഫോം ഇല്ലെങ്കിലും കർത്തവ്യബോധമുള്ളവരായിരിക്കണമെന്നും DGP പറഞ്ഞു. കേരള പോലീസ് മികച്ച സേനയാണെന്നും തുടർച്ചയായി കേന്ദ്ര അവാർഡ് ലഭിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സംസ്ഥാന പോലീസ് മേധാവിക്കായുള്ള 3-അംഗ പട്ടികയിൽ ഭേദം റവാഡയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായി വിവരം. 3 പേരുടെയും സർവീസ് ചരിത്രം ക്യാബിനറ്റിൽ പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലായപ്പോഴാണ് അന്ന് വെടിവെപ്പുണ്ടായതെന്നും നിയമനം അതിന്റെ നടപടിക്ക് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിൽ പ്രതികരണവുമായി P. ജയരാജൻ. കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവാഡയെന്നും മെറിറ്റ് കണക്കിലെടുത്തായിരിക്കണം നിയമനമെന്നും ഇക്കാര്യം വിശദീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും UPSC ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന നിതിൻ അഗർവാൾ CPMകാരെ തല്ലിച്ചതച്ചയാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി ഒഴിവാക്കിയതാണെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കോടതി തീരുമാനം എടുത്തതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. റവാഡ വെടിവെപ്പിന്റെ 2 ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റ ആളാണെന്നും റവാഡയ്ക്ക് കാര്യമായ അറിവോ പരിചയമോ ഇല്ലെന്നും പാർട്ടി സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്നും ഈ വിഷയത്തിൽ P. ജയരാജന്റെ പ്രതികരണം വിമർശനമായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാനകി സിനിമയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് സിനിമാ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി രഞ്ജിത്തും അമ്മ സംഘടനയ്ക്ക് വേണ്ടി ജയൻ ചേർത്തലയും ആത്മയ്ക്ക് വേണ്ടി പൂജപ്പുര രാധാകൃഷ്ണനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തിയുണ്ടെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ശാശ്വത പരിഹാരം വേണമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. കേരള സർവകലാശാലയുടെ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി VCയുടെ റിപ്പോർട്ട്. ഗവർണറെ ബോധപൂർവം തടഞ്ഞു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തു. ട്രെയിൻ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ആധാറും OTPയുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി റെയിൽവേ. ഓൺലൈനിലും റിസർവേഷൻ കൌണ്ടറുകളിലും ഈ മാറ്റം ഉണ്ടാകും. നാളെ മുതൽ ആധാർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ IRCTC വെബ്സൈറ്റ് വഴി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴിയുള്ള ബുക്കിംഗിനും ആധാർ നിർബന്ധമായിരിക്കും. കീം പരീക്ഷാഫലം ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും.
യോഗ്യതാ പരീക്ഷകളുടെ മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ ഫോർമുലയ്ക്ക് സർക്കാർ അംഗീകാരം നൽകി. കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാത്ത വിധത്തിൽ എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കിയ നിർദ്ദേശമാണ് അംഗീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് ഇടയിൽ കയറി 5-അംഗ സംഘത്തിന്റെ കാർ. ഇവർ സഞ്ചരിച്ച വാഹനവും വാഹനത്തിൽ ഉണ്ടായിരുന്ന 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് ഇടയിലേക്ക് സംഘം കടക്കുകയായിരുന്നു. ഏലത്തൂരിൽ വെച്ചാണ് സംഭവം. 3 തവണ പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതനുസരിക്കാതെ വന്നതോടെ വെസ്റ്റിൽ ചുങ്കത്തുവെച്ച് വാഹനവും അതിലുണ്ടായിരുന്ന 5 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി റിപ്പോർട്ട്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് VS ഇപ്പോഴുള്ളത്. പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായമുണ്ട്. പുതുക്കാട് നവജാത ശിശുക്കളെ യുവതി കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കുഴികൾ തുറന്നുള്ള പരിശോധനയിൽ കുഴിയിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 1 അടി താഴ്ചയിലെടുത്ത കുഴിയിൽ നിന്നും ചെറിയ എല്ലിൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. കൊലപാതകം നടന്ന് 8 മാസങ്ങൾക്ക് ശേഷമാണ് കുഴികൾ തുറന്ന് ഒരു കുട്ടിയുടെ അസ്ഥി എടുക്കുന്നത്. മണ്ണിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം ശേഖരിക്കുന്നുണ്ട്. കുഞ്ഞിനെ കുഴിച്ചുമൂടിയ കുഴി അത് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ ഡോക്ടർമാർക്ക് ക്ഷാമം. ജനറൽ സർജറി വിഭാഗത്തിൽ 18 ഡോക്ടർ വേണ്ടിയിടത്ത് ആകെയുള്ളത് 9 ഡോക്ടർമാരാണ്. റേഡിയോളജി വിഭാഗത്തിൽ 9 ഒഴിവുകളാണ് ഉള്ളത്. ജനറൽ മെഡിസിനിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. ഉദരരോഗ വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടർ ഇല്ല. വർക്കിംഗ് അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നാണ് ഉദരരോഗ വിഭാഗത്തിൽ ഡോക്ടർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന യോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതിൽ വിവാദമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പുതിയ അധ്യക്ഷന്റെ ശൈലിക്കെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുകൾ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർ നന്ദയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ താൽക്കാലികമായി അടച്ചിരുന്ന പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ തുറന്നു. പുതുതായി തെരഞ്ഞെടുത്ത PTA ഭാരവാഹികളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്കൂൾ തുറന്നത്. പുതിയ പ്രിൻസിപ്പലായി സിസ്റ്റർ പൌലിയും വൈസ് പ്രിൻസിപ്പലായി സിസ്റ്റർ ജൂലിയും ചുമതലയേറ്റു. 1.5 വർഷം മുൻപ് കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ തിരോധാനം കൊലപാതകമെന്ന് തെളിഞ്ഞതിന് പിന്നാലെ പ്രതികളെ ചോദ്യം ചെയ്ത് പോലീസ്. ഹേമചന്ദ്രനെ കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വനമേഖലയിൽ കുഴിച്ചുമൂടുന്നതിന് മുൻപ് കത്തിക്കാനും പ്രതികൾ ശ്രമിച്ചുവെന്നാണ് പുതിയ വിവരം. പ്രതികൾ മൃതദേഹത്തിൽ പഞ്ചസാര വിതറിയാണ് തീ കൊളുത്തിയത്. തീ ആളിപ്പടർന്നതോടെ ആരെങ്കിലും കാണുമെന്ന് കരുതി ഉടൻ തന്നെ കെടുത്തി കുഴിച്ചുമൂടുകയായിരുന്നു. തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 10 പേർ മരിച്ചു. സംഗറെഡ്ഡി ജില്ലയിലെ പസമൈലാരം വ്യാവസായിക മേഖലയിലെ സിഗാച്ചി കെമിക്കൽ ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. പൊട്ടിത്തെറിയിൽ 26 പേർക്ക് പരിക്കേറ്റതായും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അതീവ ജാഗ്രത. 2 സംസ്ഥാനങ്ങളിലുമായി 17 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായ 7 തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒഡീഷയിലെ നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ 27 വയസ്സുകാരിയെ കാറിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ചെന്ന് മരണത്തിന് തൊട്ടുമുൻപ് യുവതി അച്ഛനെ ശബ്ദ സന്ദേശം അയച്ചിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 78 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഭർത്താവിനെയും ഭർത്താവിന്റെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്തു. 100 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 70 ലക്ഷം രൂപ വില വരുന്ന വോൾവോ കാറും നൽകിയാണ് വിവാഹം നടത്തിയത്. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം.
അറബിക്കടലിൽ ഒമാൻ ഉൾക്കടലിൽ തീപിടുത്തത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷിച്ചു. MTE ചെങ് 6 എന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. കപ്പലിലെ 14 ജീവനക്കാരെ നാവികസേന രക്ഷപ്പെടുത്തി. സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഒമാൻ ഉൾക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവിക കപ്പൽ INS ടബാർ ആണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. INS ടബാറിലെ 13 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരും ചെങ്ങിലെ 5 ഉദ്യോഗസ്ഥരും തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ പോലീസിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ. കമ്മീഷന്റെ അന്വേഷണത്തോട് പോലീസ് സഹകരിക്കുന്നില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ ആരോപണം. സംഭവം നടന്നയിടം സന്ദർശിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഇരയുടെ കുടുംബത്തെ കാണുന്നതിൽ നിന്നും വിലക്കുന്നുവെന്നും അന്വേഷണ വിവരങ്ങൾ കൈമാറുന്നില്ലെന്നുമാണ് വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ അർച്ചന മജുംദാർ ആരോപിക്കുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ. അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങളെത്തിയതായി ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇത് ഇസ്രായേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ ജൂലൈ 8 പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ഇരുപക്ഷവും എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുവെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ചർച്ചകൾക്ക് അന്തിമരൂപം നൽകുന്നതിനായി വാണിജ്യവകുപ്പിലെ പ്രത്യേക സെക്രട്ടറിയും ചീഫ് നെഗോഷിയേറ്ററുമായ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിലുണ്ട്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ പരസ്പരം താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ സമയപരിധി ജൂലൈ 9 അവസാനിക്കുന്നതിന് തൊട്ടുമുൻപാണ് ഈ കരാർ സാധ്യമാകുന്നത്. ഗ്വാർഡിയോളയും മൌറിഞ്ഞോയും ഒരുമിച്ച് വന്ന് പരിശീലിപ്പിച്ചാലും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച്. പ്രശ്നം ഫുട്ബോൾ സിസ്റ്റത്തിന്റേതാണെന്നും ഫെഡറേഷന്റെ സമീപനവും മാറണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. സീനിയർ ടീമിനെ വിട്ട് ജൂനിയർ ടീമുകളിൽ ഫോക്കസ് ചെയ്യണമെന്നും അവർക്ക് മികച്ച പരിശീലനം ഒരുക്കണമെന്നും മത്സര പരിചയം കൊടുക്കണമെന്നും എങ്കിൽ കുട്ടികൾ വളർന്നു വലുതായി നിലവാരമുള്ള സീനിയേഴ്സായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് തുടക്കമാവും. പുരുഷന്മാരിൽ യാനിക് സിന്നറും വനിതകളിൽ അറീന സബലൻകയുമാണ് 1ാം സീഡ് താരങ്ങൾ. ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന കാർലോസ് അൽക്കാരസ് ആദ്യ മത്സരത്തിൽ ഇറ്റാലിയൻ താരം ഫാബിയോ ഫോഗ്നിയെ നേരിടും. അറീന സബലങ്കയ്ക്ക് കനേഡിയൻ താരം കാർസൺ ബ്രാൻസ്റ്റൈനാണ് എതിരാളി. അലക്സാണ്ടർ സ്വരേവിനും ടെയ്ലർ ഫ്രിറ്റ്സിനും ഡാനിൽ മെദുദേവിനും ഇന്ന് മത്സരമുണ്ട്. വനിതകളിൽ ബാർബോറ ക്രൈജിക്കോവയാണ് നിലവിലെ ചാമ്പ്യൻ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.